CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളുമായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. ഏതായാലും ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനെ കുറിച്ചാണ്. അതെ, ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അവരുടെ പുതിയ ആശാനെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് ആ ഒരു പരിശീലകനെ കുറിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിൻഗിസ് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തന്നെ പുതിയ പരിശീലകനെ ഒഫീഷ്യലായി കൊണ്ട് സൈൻ ചെയ്ത വിവരം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മുഖ്യ പരിശീലകനായിക്കൊണ്ട് സ്കോട്ടിഷ് പരിശീലകനായ മിക്കേൽ സ്റ്റേറ എന്ന സൂപ്പർ പരിശീലകനാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിക്കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. 17 വർഷത്തോളം പരിശീലക അനുഭവമുള്ള ഒരു പരിശീലകൻ കൂടിയാണ് ഈ ഒരു പരിശീലകൻ. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം വെറും 48 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പരിശീലകൻ 2026 വരെയുള്ള കോൺട്രാക്റ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായി സൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ചലനാത്മക പരിശീലന ശൈലിയും യുവ പ്രതിഭകളെ വളർത്തിയെടുക്കാനുള്ള കഴിവും അദ്ദേഹത്തിന്റെ കരിയറിൽ ഉടനീളം നമുക്ക് പ്രകടനമാവുന്നത് തന്നെയാണ്. മാനേജ്മെന്റുമായുള്ള പ്രചോദനമാണ് ക്രിയാത്മകവുമായ ചർച്ചകൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് മൈക്കിൾ സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ സൈൻ ചെയ്തതിനു ശേഷം ആദ്യമായി പറഞ്ഞിട്ടുള്ളത്. ഏഷ്യയിൽ കോച്ചിങ് കരിയർ തുടരാനും കൂടാതെ തന്നെ ഈ ഒരു മനോഹരമായ ഭൂഖണ്ഡത്തിലെ എൻ്റെ മൂന്നാമത്തെ രാജ്യത്തിൽ എത്തിച്ചേരുവാനും സാധിച്ചതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു എന്നും അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ എത്തി എല്ലാവരെയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ തന്നെ ഒത്തൊരുമിച്ച് ചില മഹത്തായ കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് മൈക്കിൾ തന്റെ ആദ്യ പ്രതികരണത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതായാലും ഇതായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മൈക്കിളിന്റെ ആദ്യ പ്രതികരണം. ഇനി ഏതായാലും നമുക്ക് രണ്ടാമത്തെ ഒരു വാർത്തയിലേക്ക് കടക്കാം. രണ്ടാമത്തെ ഒരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസിന്റെ ആദ്യ പ്രതികരണമാണ്, അതും പുതിയ പരിശീലകനെ കുറിച്ച്. ഏതായാലും നമുക്ക് കരോലിസിന്റെ ആ വാക്കുകളിലേക്ക് ഒന്ന് കടക്കാം. ഒരുപാട് ആകാംക്ഷയും പ്രചോദനവും നിറഞ്ഞ ഒരു വ്യക്തിയാണ് മൈക്കിൾ സ്റ്റാറെ. ഞങ്ങളുടെ പരിശീലകനിൽ ഞങ്ങൾ തിരയുന്ന എല്ലാ ഗുണങ്ങളും ഉള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം. അപാരമായ അനുഭവ സമ്പത്തും ശക്തവുമായ നേതൃത്വവും അദ്ദേഹത്തിനുണ്ട്. സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഞങ്ങളുടെ ഒപ്പം ചേരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷവുമുണ്ട്. അദ്ദേഹത്തിനൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിൻഗിസ് അദ്ദേഹം പുതിയ പരിശീലകനെ സൈൻ ചെയ്തതിനു ശേഷമുള്ള ആദ്യ പ്രതികരണമായി പുറത്തേക്ക് പറഞ്ഞിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ മറ്റൊരു സവിശേഷത കൂടിയുണ്ട് ഈ ഒരു പരിശീലകന്. അതെ, ISL ചരിത്രത്തിലെ ആദ്യ സ്വീഡിഷ് പരിശീലകൻ കൂടിയാണ് മൈക്കിൾ സ്റ്റാറെ എന്ന ഈ ഒരു പരിശീലകൻ. മൈക്കിളിന്റെ നേതൃത്വത്തിൽ ടീമിന് മികച്ച പ്രകടനം നടത്താനും വരും സീസണുകളിൽ കിരീട നേട്ടത്തിനായി മത്സരിക്കുവാനുമുള്ള പ്രചോദനം നൽകുവാനും സാധിക്കുമെന്ന് ക്ലബിന് വിശ്വാസമുണ്ട്. പ്രീ സീസണിന്റെ തുടക്കത്തിൽ തന്നെ മൈക്കിൾ സ്റ്റാറെ ടീമിനോടൊപ്പം ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു പരിശീലകനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.